സ്വർണം ആഭരണ പ്രേമികൾ മാത്രമല്ല, ഒരു നിക്ഷേപം എന്ന നിലയിലും വാങ്ങി സൂക്ഷിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ പുറമെ സ്വർണത്തിന്റെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന കാലങ്ങളായുള്ള വിലയുടെ ചാഞ്ചാട്ടം മിക്ക വിവാഹ നടത്തിപ്പുകാർക്കും സ്വർണത്തിന്റെ വില കുറയുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ വാങ്ങി സൂക്ഷിക്കാനും ഒക്കെ കാരണമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വിവാഹത്തിന് കൂടുതൽ അനുയോജ്യമായ സമയമാണ് മാർച്ച്, ഏപ്രിൽ, മെയ് തുടങ്ങിയ മാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ സ്വർണ്ണ വിലയ്ക്ക് സംഭവിക്കുന്ന മാറ്റം രക്ഷിതാക്കളുടെ പോക്കറ്റിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് പറയാം. കേരളത്തിൽ നിന്ന് സ്വർണത്തിന്റെ വില നന്നായിട്ട് തന്നെ ഇടിഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. വരുന്ന ഏതാനും ദിവസം കൂടി ഇടിവ് തുടർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടുകയും ആവാം. സ്വർണ്ണവില മാത്രമല്ല, ക്രിപ്റ്റോ കറൻസികളും വില ഇടിഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയും താഴ്ന്നു. അമേരിക്കൻ ഡോളർ സൂചികയും താഴുകയാണ്. എന്നാൽ ഇന്ത്യ രൂപ കരുത്തു കൂട്ടുന്നുമില്ല. ഇങ്ങനെ പോയാൽ അമേരിക്ക വൈകാതെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്നാണ് നിക്ഷേപകർ കരുതുന്നത്. മാന്ദ്യഭീതിയിൽ നിക്ഷേപകർ സ്വർണം വാങ്ങാൻ കൂടിയാൽ വില കൂടി വരും. ഡോളർ മൂല്യം കൂടുമ്പോൾ സ്വർണ്ണ വില കുറയും. ഡോളർ താഴുമ്പോൾ സ്വർണ്ണവില ഉയരുകയും ചെയ്യും. വിപരീത ദിശയിലാണ് ഡോളറും സ്വർണവും സഞ്ചരിക്കുന്നത്. ലോകത്തെ പ്രധാന കറൻസികൾ തമ്മിലുള്ള മൂല്യത്തിന്റെ വ്യത്യാസമാണ് ഇതിനുള്ള കാരണം. ഡോളർ മൂല്യം കുറയുമ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട യൂറോ, പൗണ്ട്, യെൻ, യുവാൻ തുടങ്ങിയ എല്ലാ കറൻസികളുടെയും മൂല്യം കൂടും. അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യവും വരും. മറ്റു കറൻസികളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുമെന്ന് സാരം. കൂടുതൽ സ്വർണം വാങ്ങാൻ ആളുകൾ എത്തുന്നതോടുകൂടി ആവശ്യക്കാർ ഏറുമ്പോൾ സ്വർണ്ണവില കൂടുമെന്നത് സാധാരണ വിപണി രീതിയാണ്. ഇതാണ് ഡോളർ മൂല്യം കുറയുമ്പോൾ സ്വർണ്ണവില കൂടാൻ കാരണം. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 240 രൂപ കുറഞ്ഞ് 64,160 രൂപയായി. 22 ക്യാരറ്റ് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 8,020 രൂപയായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 6,600 രൂപയായി. വെള്ളിയുടെ വില ഗ്രാമിന് 106 എന്ന നിരക്കിൽ തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2,896 താഴുകയും ചെയ്തു. ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഉയർന്ന പവൻ വില 64,520 രൂപയും കുറഞ്ഞ വില 63,520 രൂപയുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയെ കുഴിയിൽ ചാടിക്കുമെന്നാണ് മിക്കവരും കരുതുന്നത്. മാന്ദ്യത്തിലേക്ക് അമേരിക്ക നടക്കുന്നു എന്നും നിക്ഷേപകർ കരുതുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശ്വസനീയമായ മാറ്റം വിപണിയിൽ സംഭവിച്ചാൽ നിക്ഷേപകർ ആകെ പരിഭ്രാന്തിയിലാകും. അവർ കൂട്ടത്തോടെ സ്വർണം വാങ്ങുന്ന സാഹചര്യവും വരും. അതോടെ സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കും. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 2 തവണ ഈ വർഷം കുറയ്ക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ആദ്യത്തെ കുറയ്ക്കൽ വൈകാതെ ഉണ്ടാകുമെന്നും പ്രചാരണത്തിലുണ്ട്. പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുന്ന സാഹചര്യം വരും. അതോടെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും. മേൽപ്പറഞ്ഞ 2 സാഹചര്യങ്ങളാണ് വിപണിയിൽ വൈകാതെ തന്നെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ വില ഇടിവ് മുതലെടുക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാകുമെന്നാണ് ജ്വല്ലറി വ്യാപാരികളുടെ പ്രതീക്ഷ. വില കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ പേർ ആഭരണം വാങ്ങാൻ എത്തുമെന്നും വ്യാപാരികൾ കരുതുന്നുണ്ട്. അതേസമയം 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഡോളർ സൂചിക ഇടിഞ്ഞു നിൽക്കുകയാണ്. 103 എന്ന നിരക്കിലാണ് സൂചികയിൽ ഉള്ളത്. ഇത് സ്വർണ്ണവില കൂടുമെന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഡോളറിനെതിരെ ഇന്ത്യ രൂപ 87.33 എന്ന നിരക്കിലാണുള്ളത്. ബിറ്റ്കോയിൻ വില $79,000 ഇടിഞ്ഞതും ആഗോള വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ക്രൂഡ് ഓയിൽ വില ബ്രെന്റ് ക്രൂഡിന് $69 താഴ്ന്നിട്ടുണ്ട്.